അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ദി മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ പാർട്ട് 2 ആണ്. അതായത് കുട്ടികളിലെ ദേഷ്യം, വാശി, അനുസരണക്കേട് അല്ലെങ്കിൽ കുരുത്തക്കേട്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുപാട് തവണ പറയേണ്ടി വരുന്ന അവസ്ഥ, ഉമ്മമാരെ ഒച്ചിട്ട് തല്ലിപ്പോകുന്ന അവസ്ഥ, മക്കളനുസരിക്കാത്ത കാരണം കൊണ്ട് തല ഇങ്ങനെ വെടിച്ചു പോകുന്ന അവസ്ഥ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് പരാതികളായിട്ട് കേൾക്കാറുണ്ട്. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളുടെ കാര്യമാണ് അല്ലെങ്കിൽ മകൻ്റെ കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എന്തൊക്കെയോ ആണെന്നുള്ളത്. കാരണം അത്രയും ദേഷ്യം ഉണ്ടാവും കുട്ടികൾക്ക്. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല, അനിയനെ ഉപദ്രവിക്കുന്നു, അനിയത്തിനെ ഉപദ്രവിക്കുന്നു, പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വലയും വണ്ടി വലിച്ചുകൊണ്ട് വരുന്നു, കുടുംബക്കാരെ മുന്നിൽ വെച്ചിട്ട് പാരൻസിനെ നാണം കെടുത്തുന്നു, പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഈവൻ ടീനേജുള്ള കുട്ടികളുടെ ഉമ്മമാരോ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഉമ്മമാർ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഐഷ കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ അവൾ നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളണം എന്നുള്ളത് കൊണ്ട് അവൾ ചെയ്യുന്ന തെറ്റുകളെ പോലും എനിക്ക് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ആ തെറ്റുകളെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരുന്നു. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കുട്ടികളെ ഒരു കൗൺസിലറെ കാണിക്കണം കേട്ടോ. അതൊന്നും നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളിലോട്ട് എങ്ങനെയാണ് നിങ്ങൾ ഉപദേശിക്കേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു കാര്യം നിങ്ങളുടെ മക്കളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. അതിനകത്ത് പലപ്പോഴും പലരും പറയാറുണ്ട്, നമ്മുടെ ഒരു ചുറ്റുപാട് അന്തരീക്ഷം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എല്ലാ കുട്ടികളും കുഞ്ഞുനാൾ മുതലേ മേക്കപ്പ്, വളരെ കുഞ്ഞിലെ തന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന കുട്ടികളാണ്. ഹിജാബിൽ വലിയ ഫോക്കസ് ചെയ്യാറില്ല. ഞാൻ അവരുടെ കുറ്റം പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ പറയുന്നത്. അതായത് കുട്ടീനെ ഞാൻ എങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നത്, എനിക്ക് എങ്ങനെയാണ് ഈ കുട്ടികളിലോട്ട് അത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പല പേരൻസും ആഗ്രഹിക്കുന്നുണ്ട് മക്കളിങ്ങനെ മേക്കപ്പിന് അഡിക്റ്റ് ആയിട്ട് പോകാൻ പാടില്ല, ഹിജാബിൽ നടക്കണം, അങ്ങനെ എന്നൊക്കെ പാരൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് മക്കളെ ഈസി ആയിട്ട് പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ മോനെ മറ്റേ സുബഹിക്ക് പള്ളിക്ക് പറഞ്ഞയക്കുമ്പോഴും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്ര ചെറിയ കുഞ്ഞിനെ പള്ളിയിലോട്ട് പറഞ്ഞയക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു നല്ല ശീലം നമ്മുടെ മക്കളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ മക്കൾ ഇപ്പോൾ നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ, സിമ്പിളായിട്ട് നിസ്കരിക്കാൻ ഭയങ്കര മടിയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ശീലിച്ചിട്ടുള്ളൊരു കാര്യമുണ്ടല്ലേ, നമ്മുടെ വല്യപ്പന്മാർ അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ നമ്മൾ നിസ്കരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഒരു വടി പൊട്ടിച്ചിട്ട് വരും, ഒന്ന് തരും, നിസ്കരിച്ചോ, ഇന്ന് സുബഹിസ്കരിച്ചോ, നിസ്കരിച്ചോ, പോയി നിസ്കരിക്കട, അല്ലെങ്കിൽ കള്ള ഹിമാറെ പോയി നിസ്കരിക്കുക, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അവർ നമ്മളതിനെ എന്താ പറയുക നമ്മുടെ അടുത്ത് നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് തന്നിട്ടുണ്ടാവും. നിസ്കരിക്കണം എന്ന് എനിക്കറിയില്ലേ, അത് തന്നെ എന്താ പറയുക നരകത്തിലിട്ട് വറക്കട്ടെ, ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ അടുത്തുള്ള ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിള്ളേർ വളരുന്നത് നമ്മൾ വളർന്ന ഒരു സാഹചര്യത്തിലല്ല, ജനറേഷൻ മാറി എന്നുള്ളതാണ്. ഓക്കെ, ഇവർ ജീവിക്കുന്നത് AI വേൾഡിലാണ്. ഈ രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്ന, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ മാത്രമേ നമ്മളതിനെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് എനിക്ക് ഇന്നത് വേണം എന്നുള്ളത് നമുക്കൊരു പ്ലാനിലൂടെ പോകാനായിട്ട് ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ നമ്മുടെ മക്കൾ എവിടെ ആണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉടനീളം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈ കടത്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ഇവൻ തിങ്ക് ചെയ്യാണ്, അവരുടെ കയ്യിലൊരു ഫോണുണ്ട്, അവർ തിങ്ക് ചെയ്യാണ് ഒരു ട്രൗസർ എന്നുള്ള രീതിയിൽ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പിന്നെ കാണുന്നത് മൊത്തം ഈ ട്രൗസറായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡ്രഗ്സിനെ കുറിച്ച് ഇവരെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് എന്തെങ്കിലും ഒരു ലഹരിയെക്കുറിച്ച് ഇവർ പഠിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ സർവ്വമാന പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള എന്തിനാണോ കൂടുതൽ റീച്ച്, അത് നെഗറ്റീവിനാണ് കൂടുതൽ റീച്ച് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇവരുടെ ഹോം പേജിലുണ്ടാവും, ഏറ്റവും കൂടുതൽ ഇവരുടെ കണ്ണെത്തുന്ന ദൂരത്തുണ്ടാവും. ഇത് കണ്ട് അതിലോട്ട് വേഗം നമ്മുടെ മക്കൾ പോകുന്നുള്ളതാണ്. പണ്ട് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് സംസാരിക്കില്ലേ, നമ്മുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലുമൊക്കെ കള്ളു കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, ദേ ആ ചേട്ടനെ കള്ളു കുടിച്ചിട്ട് കണ്ടില്ലേ ആടുന്നു. ഇത് നമ്മൾ പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു, ഈ കള്ള് നമ്മുടെ പുറകെ വരില്ല. എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പം നമ്മൾ പറയണേ, എടി ആ ചേട്ടൻ കള്ളു കുടിച്ചിട്ട് അവിടെ വീണു, അല്ലെങ്കിൽ ആ കാക്ക കള്ളു കുടിച്ചിട്ട് അവിടെ വീണു ഇത്രേ, ഇത് പറഞ്ഞ് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു, നമ്മളിങ്ങോട്ട് പോകുന്നു കുട്ടികളാവുന്ന സമയത്ത്. ഇത് നമ്മുടെ പുറകെ ഇങ്ങനെ വരില്ല. പിന്നെ നമ്മുടെ കുറേ ഡിഫറെൻറ്റ് ചന്തത്തിലുള്ള കുപ്പികൾ, ഡിഫറെൻറ്റ് ബാൻഡുകൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ പുറകെ നമ്മുടെ വീട്ടിലോട്ട് വരില്ല. നമ്മൾ വേറെ വിഷയങ്ങളിലോട്ട് പോകാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ കുട്ടികൾ ഇതേ സാധനം, എടി ആ ചേട്ടൻ ഇങ്ങനെ കള്ളു കുടിച്ചു ഉത്തരയെന്ന് പറയുമ്പോഴേക്കും അത് മൊബൈൽ പിടിച്ചെടുക്കുകയും അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവരുടെ കൺമുന്നിലോട്ട് എത്തിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ വളരുന്നത്. ഇവർക്ക് ദീനിയായിട്ട് ജീവിക്കാനും എത്തിസ്റ്റായിട്ട് ജീവിക്കാനും അല്ലെങ്കിൽ അമുസ്ലിമായിട്ട് ജീവിക്കാനും പൊളിറ്റിക്സിൽ ജീവിക്കാനും വിത്തൗട്ട് എനി പൊളിറ്റിക്സ് ജീവിക്കാനും
ഒക്കെ ഭയങ്കര ഈസിയാണ്. ആൻഡ് മാത്രമല്ല ഇവരുടെ മെമ്മറി അല്ലെങ്കിൽ ഇവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക്കായിട്ട് ഇങ്ങനെ ക്യുക്കായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് അവർക്കുണ്ടാവുന്ന പാഷനോ ക്രഷോ ഒന്നും ആയിരിക്കില്ല നാളെ ഉണ്ടാവുക. കാരണം അവർ പുതിയ അറിവുകൾ അത്രയും വേഗം നമ്മുടെ മക്കളിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് അങ്ങനെയല്ല, നമുക്കൊരറിവ് കിട്ടിയാൽ നമ്മളതിനെ എക്സ്പീരിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവർക്ക് അതിനെ എക്സ്പീരിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇവർക്ക് അറിയാണ് ഇത് നീ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമില്ല, ഇതിലിത് ഇന്ന ഗുണങ്ങളുണ്ട് ഇന്ന ദോഷങ്ങളുണ്ട്, അപ്പോൾ നീ അതങ്ങോട്ട് ചെയ്തേക്ക്. ആ ഒരു രീതി. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതിന് പകരം കേൾവികളിലൂടെയും കാഴ്ചകളിലൂടെയും നമ്മുടെ മക്കൾ പഠിക്കുന്നു. അതാണ് അവരിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ അവരിലോട്ടൊരു നല്ല കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ നല്ല കാര്യം ഉണ്ടാവും എന്ന് നമ്മുടെ മക്കൾ വിശ്വസിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ മക്കൾ ചിന്തിക്കുന്നത് ഇത് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്ന മോശങ്ങൾ ഇന്ന നല്ലത്, ഇതിലേത് നല്ലത്, ഇത് വേണോ ഏതിലൂടെ പോകണം എന്നുള്ള ാണ് ഡിസിഷൻസ്. അപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് പോയിട്ട് ഒരു വടിയും കൂടെ എടുത്തിട്ട് നിന്നാലോ, ആദ്യം തന്നെ അവർക്ക് എന്താ കിട്ടുന്നത്, അതായത് ഇത് നല്ലതുണ്ടോ ചീത്തയുണ്ടെന്നൊക്കെ അവർ അന്വേഷിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ പോയിട്ട് നമ്മളൊരു വടി എടുത്തിട്ട് പോയിട്ട് നീ എന്താ നിസ്കരിക്കാത്തതെന്ന് പറഞ്ഞിട്ടാണ് പോയി തല്ലുന്നേ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ മക്കൾക്ക് എന്താ കിട്ടിയത്? നെഗറ്റീവാണ്. പിന്നെ അവർക്ക് അതിലോടൊരു താല്പര്യം ഉണ്ടാവുമോ? ഡെഫിനിറ്റ്ലി ഇല്ല അല്ലേ. നിസ്കാരം നമ്മുടെ മക്കളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ, ഏതൊരു നന്മയും നമ്മുടെ മക്കളിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടും എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടെ കൺവേ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിസ്കാരത്തിൻ്റെ കാര്യം പറയുന്നത്. ഇന്നലെ ഇട്ട വീഡിയോക്കിൻ്റെ താഴെ ഒരു ചേട്ടൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ പടച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാതെ വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളത്. ഞാനൊരു മുസ്ലിം വുമണാണ്, ഞാനൊരു ബിലീവറാണ്. സോ എൻ്റെ സംസാരത്തിൽ ഈ പറയുന്ന പോലെ അള്ളാഹ്, പടച്ചവൻ, നിസ്കാരം, തഖ്വ, ഈമാൻ, അങ്ങനത്തെ കുറേ അറബിക് വേർഡ്സ്, മലയാളം വേർഡ്സ്, ഇംഗ്ലീഷ് വേർഡ്സ് ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റർ, ദൈവം, അങ്ങനത്തെ കാര്യമാണ്. നിസ്കാരം എന്ന് പറയുമ്പോൾ അതൊരു ഹാബിറ്റാണ്. ഈവൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലം തോന്നേണ്ടതില്ല. ഇൻഫാക്റ്റ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു പ്രയാസമില്ല. നിങ്ങൾ ആരാണോ ഇപ്പം ഞാനൊരു മുസ്ലിം ആയതിൻ്റെ പേരിൽ ഖേദമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ കാണേണ്ടതില്ല. അപ്പോൾ ഒരു കാര്യം, ഇതുപോലെ ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് വന്നപ്പം ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റിൻ്റെ താഴെ ആ ചേട്ടൻ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ മുസ്ലിം ആയതുകൊണ്ട് ഞാനിട്ട കമൻറ്റ് നീ ഡിലീറ്റ് ആക്കണമല്ലേ, നിനക്ക് നിൻ്റെ ആൾക്കാർ നിന്നെ പുകഴ്ത്തി പറയുന്ന കമൻറ്റ് മാത്രമാണോ നീ വയ്ക്കുള്ളൂ എന്നുള്ളത്. എൻ്റെ ആൾക്കാരാണെങ്കിലും ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരു നെഗറ്റീവ് പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്നത് എനിക്ക് ഓക്കെ അല്ല. എനിക്ക് നെഗറ്റീവ് വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പോസിറ്റീവ്സ് മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ, അതായത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ക്യാഷ് കൊടുത്ത് ഡാറ്റ ചെയ്തിട്ടുള്ള ചാനലിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾ കാണുന്നു, അതെൻ്റെ നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ കമൻറ്റ് ഇടുന്നു, നിങ്ങളുടെ നെഗറ്റീവ് അവിടെ നിന്ന് പുറത്ത് പോയില്ലേ, അപ്പോൾ കുഴപ്പമില്ല. ഈ കമൻറ്റ് അവിടെ വെക്കണോ, അതായത് എനിക്ക് തന്ന നെഗറ്റീവ് അത് ഞാൻ സ്വീകരിച്ചെടുത്ത് വെക്കണോ അതോ അത് വലിച്ചെറിയണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ കമൻറ്റ് ബോക്സ് അല്ലേ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ ഒരു കമൻറ്റ് റിമൂവ് ആക്കി, അത്രയേ ഉള്ളൂ. അതിന് അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. പോസിറ്റീവായിട്ടുള്ള, എനിക്ക് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന കമൻറ്റ്സ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മതവിദ്വേഷം കൊണ്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് തുപ്പുന്ന വിഷയങ്ങൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കിയത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് നേരെ എഗെയിൻ മാറ്ററിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഏതൊരു നല്ല കാര്യം നമ്മുടെ മക്കൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരോട് ആദ്യം പറഞ്ഞു കൊടുക്കുക. അതായത് ഈ AI ചെയ്യുന്ന സെയിം സാധനം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മക്കളോട് പറഞ്ഞു കൊടുക്കുക, മക്കളെ ഇന്നതാണ്, ഒരു ബിലീവർ ആയാലും ഇന്നതാണ് ഗുണം. അത് ഏത് മതത്തിലും ആയിക്കോട്ടെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസിയാണെങ്കിലും നിനക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ഇന്ന ഗുണങ്ങളുണ്ട്, നിനക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ഇതുണ്ട്, അങ്ങനെ പറയുക. ഓക്കെ, ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക, അവരെ റിലാക്സ്ഡ് ആക്കി വിട്ടുകൊടുക്കുക. അപ്പോൾ എൻ്റെ മോൻ എൻ്റെ ഇത് ചോദിക്കാറുണ്ട്, ഉമ്മ പറയുന്നുണ്ടല്ലോ നമ്മൾ ഇസ്ലാം മതം ബുക്കുകൾ മാത്രമാണോ വായിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ബാക്കിയുള്ള ബുക്സ് വായിക്കാം? ഡെഫിനറ്റ്ലി വായിക്കാം. എന്താണ്, ബൈബിൾ വായിക്കാം, അതുപോലെ ഗീത വായിക്കാം. അറ്റ്ലീസ്റ്റ് ഇപ്പം നിങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഗ്രന്ഥമെങ്കിലും മര്യാദയ്ക്ക് വായിക്കണം എന്നാണ് ഞാൻ പറയുക. നേരെ ചൊവ്വേ കൃത്യമായിട്ട് ഈ പറഞ്ഞ ബൈബിളോ അല്ലെങ്കിൽ ഗീതയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന കുറേ കോട്ട്സ് അവിടെ ഉണ്ടാവും. അപ്പം ജീവിതമെങ്കിലും അറ്റ്ലീസ്റ്റ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ എൻ്റെ മോനോട് ഞാൻ പറയാറുള്ളത്, നീ ആദ്യം ഖുറാനെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിലുള്ള നല്ല കാര്യങ്ങളൊക്കെ നിൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള നന്മകളൊക്കെ നീ ഇങ്ങനെ, അതിൽ നന്മ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് വേറെ വിഷയം. അപ്പോൾ നീ അത് മൊത്തം ഇങ്ങനെ നിൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ ലൈഫ് കുറേ മാറും.
നീ നല്ലതായിട്ട് വരും. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ അവൻ്റെ അടുത്ത് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിച്ചില്ലെങ്കിൽ പഠിച്ചോ ഇങ്ങനെ ഇട്ട് വറക്കുന്നൊന്നല്ല പറഞ്ഞത്, അള്ളാഹ് നിസ്കാരം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കുറേ സ്റ്റെപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. പൊന്നു ഇത്ര വയസ്സാവുന്ന സമയത്ത് നീ നിസ്കരിച്ച് തുടങ്ങണം എന്നുള്ളത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന പല്ലിയേക്കുന്ന കുളിക്കുന്ന എന്നുള്ളത് ഒരു ചിട്ടയായിട്ട്, അതായത് ഞാൻ വെച്ചിട്ടുള്ള ഒരു ചിട്ട, ഞാൻ എൻ്റെ മകന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ചിട്ടയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് പല്ലിയേക്കുന്നത് കുളിക്കുന്നത് എന്നുള്ളത്. അതേപോലെ അള്ളാഹ് കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഞാൻ എൻ്റെ മകനെ പ്രസവിച്ചുകൊണ്ടാണല്ലോ അവനെ പല്ലിയേക്കാനും മറ്റേ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഒക്കെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നത്. അതേപോലെ അള്ളാഹ് എന്നെ സൃഷ്ടിച്ചത് കൊണ്ട് അള്ളാഹ് 5 വക്ത് നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും നിർബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നീ ചെയ്യുന്നത് നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. അവൻ ഫുഡ് കഴിക്കുന്നത്, അവൻ കുളിക്കുന്നത്, അവൻ നല്ല ഡ്രസ്സ് ധരിക്കുന്നത്, ഇതൊക്കെ അവന് നല്ലതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മകനായതുകൊണ്ട് ഞാൻ അവനത് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നു. അപ്പം ഞാൻ നിസ്കരിക്കുന്നത്, ഞാൻ നോമ്പ് നോൽക്കുന്നത്, ഇതെല്ലാം എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. ഞാൻ അള്ളാൻ്റെ സൃഷ്ടി ആയതുകൊണ്ട് എന്നോട് നിർബന്ധമായിട്ട് അള്ളാഹ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ലോജിക്കലി നമ്മൾ നമ്മുടെ മക്കളിലോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരത് അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് അത് മാത്രമല്ല, നമുക്കറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചോദിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ അവരോട് അങ്ങനെയാണ് ഒരു റാപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾ അങ്ങനെ വേണം ആ ഒരു സൗഹൃദം ബിൽഡ് ചെയ്യാനായിട്ട്. അതേപോലെ ഇവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ മകനോട് പറഞ്ഞു, അവനത് കേട്ടില്ല, അനുസരിച്ചില്ല, അപ്പോൾ നിങ്ങൾ ഷൗട്ട് ചെയ്യും അല്ലേ, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യുക സാധാരണ. ഇപ്പോൾ നമ്മുടെ മക്കളോട് ഒരു കാര്യം പറയണം, എടാ പാത്രം എടുത്തുള്ളിൽ കൊണ്ടേക്ക്, അവൻ കൊണ്ടുവച്ചില്ല. വീണ്ടും പറഞ്ഞു, ആ പാത്രം എടുത്തുള്ളിൽ കൊണ്ടേക്ക്, അവൻ കൊണ്ടുവച്ചില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും അല്ലേ. നമ്മുടെ പേരൻസ് അങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ഒരു കാര്യം പറഞ്ഞു കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വടി എടുത്ത് നമ്മളെ തല്ലി അല്ലെങ്കിൽ ഒച്ചയിട്ടു, അങ്ങനെയായിരിക്കും നമ്മുടെ പേരൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, അതേ സാധനം നമ്മുടെ മക്കൾക്ക് കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഒച്ചിടും, ഇതൊരു ശീലമാവും. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കുട്ടി ഒച്ചിട്ടൊക്കെ കേൾക്കും, അടുത്ത പ്രാവശ്യം അതിനേക്കാളും ഒച്ചിട്ടാലേ കേൾക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ബാഡ് വേർഡും കൂടെ ചേർത്തിട്ട് പറയണം അല്ലേ. കള്ളം മോനെ എടുത്ത് വെക്കടാ, കള്ളം എടുത്ത് വെക്കടാ, അങ്ങനെ പറഞ്ഞാലായിരിക്കും പിന്നെ എടുത്ത് വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒച്ചയിട്ട് പറയേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലോട്ട് നമ്മുടെ മക്കൾ കൊണ്ടെത്തിക്കുന്ന ആരാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഇത് നേരെ കോപ്പി ചെയ്യും. അടുത്ത തവണ അവർ പറയുന്ന കാര്യം ആരെങ്കിലും അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അവർ നിങ്ങളെ തന്നെയാണ് കോപ്പി അടിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മോനോട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഷൗട്ട് ചെയ്യുമായിരുന്നു. അവൻ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി ഞാൻ അവനെ പോയി തല്ലുമായിരുന്നു, അവനോട് ചീത്ത പറയുമായിരുന്നു, അങ്ങനെ. പക്ഷെ അവൻ അതേ സാധനമാണ് എൻ്റെ മേക്കൂട്ടെടുത്ത് കാണിക്കുന്നത്. അവൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി അവൻ വേഗം പോയിട്ട് തല്ലും, വഴക്ക് പറയും, അങ്ങനെയായി. അപ്പം ഞാനത് നോട്ടീസ് ചെയ്തപ്പോൾ ഞാൻ തിരുത്തി. അവനൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ഞാൻ അവനോട് പറയും, ഷെയ്നൂട്ടി നീ കാരണം കൊണ്ട് ഇത് എന്നെ ലോസ് വന്നിട്ടുണ്ട്, നിൻ്റെ കാര്യത്തിൽ എന്നെ നഷ്ടം ഉമ്മാക്ക് പറ്റിയിട്ടുണ്ട്, ഇനി ഉമ്മാടെ കുട്ടിയെ ശ്രദ്ധിക്കണം, നീ അത് ചെയ്യരുത്, നീ ആ തെറ്റ് ചെയ്തത് കാരണം കൊണ്ട് ഈ ഒരു പ്രശ്നമുണ്ട്, അത് സോൾവ് ആവുന്ന വരെ നീ മാറി നിൽക്കണം. അങ്ങനെ ഞാൻ അവനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡയറക്റ്റ്ലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഒരു മെച്യൂർഡ് പേഴ്സൺ ഒരു തെറ്റ് ചെയ്താൽ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുക, അതേപോലെ ഞാൻ എൻ്റെ മോനോട് ട്രീറ്റ് ചെയ്യും. അവൻ എൻ്റെ അടിമയല്ല, എനിക്ക് തോന്നുമ്പോഴൊക്കെ പോയിട്ട് കൊട്ടാനുള്ള ചെണ്ടയല്ല അവൻ. എൻ്റെ എല്ലാ മനസ്സിൻ്റെ തിന്മയും അല്ലെങ്കിൽ എൻ്റെ എല്ലാ മനസ്സിൻ്റെ ഫ്രസ്ട്രേഷനും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല എൻ്റെ മക്കൾ. ആ ഒരു തിരിച്ചറിവ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ദേഷ്യം വരും, കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വളർന്നത് അങ്ങനെയാണ്. നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ ബ്ലോക്സും കുറേ നെഗറ്റീവ് വൈബ്രേഷൻസും ഒക്കെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കുറേ മനഃപൂർവ്വം ഇത് കുറയ്ക്കേണ്ടി വരും, നിസ്കരിക്കേണ്ടി വരും, പടച്ചവൻ്റെ അടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ദുആ ചെയ്യേണ്ടി വരും. അള്ളാഹുവേ എനിക്ക് ക്ഷമതായോ, അള്ളാഹുവേ എന്നെ നല്ലതാക്കുക, അള്ളാഹുവേ എനിക്ക് എന്താ പറയുക എൻ്റെ നാവിൽ നിന്ന് നല്ലത് വരുത്തുക, അങ്ങനെ നമ്മൾ കുറേ പറയേണ്ടി വരും, മെഡിറ്റേറ്റ് ചെയ്യേണ്ടി വരും, നിസ്കാരം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, തഹജ്ജുദ്, അങ്ങനെ നമ്മളെ എഫേർട്ട് എടുത്ത് നമ്മുടെ മക്കളെ സെറ്റാക്കുക എന്നുള്ളതാണ്. പിന്നെ മെയിൻലി നല്ലൊരു റുട്ടീന് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. സുബഹിൻ്റെ സമയമാവുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ജനൽ വാതിലുകളെല്ലാം ഓപ്പൺ അപ്പ് ആക്കി എല്ലാവരുടെയും ലൈറ്റ് ഇടുക. ഒരു പകൽ എങ്ങനെയാണോ അതേപോലെ ആ ഒരു കറക്റ്റ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട് എങ്ങനെ ഇരിക്കുന്നോ ആ ഒരു ടൈം പോലെ നിങ്ങളുടെ മക്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എത്ര ലേറ്റായിട്ട് എണീക്കുന്ന മക്കളാണെങ്കിലും ഇത്രയേറെ വെളിച്ചം ആ ഒരു പകൽ ഫീൽ അവരുടെ വീട്ടിൽ അവരുടെ മൈൻഡിലോട്ട് ഇപ്പോൾ അവർ ഉറങ്ങായിരിക്കും. നിങ്ങൾ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ ഇടുന്ന സൗണ്ട് കേൾക്കുന്നത്, കുക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഖുർആൻ ഓതുന്ന സൗണ്ട് കേൾക്കുന്നത്, ഇനി അതല്ലെങ്കിൽ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ കിളികളുടെ സൗണ്ട് കേൾക്കുന്നത്, ഇവർ സ്വാഭാവികമായിട്ടും ഇവർ ഉണരും. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് നേരം വെളുത്തു ഈ ടൈം ആകുമ്പോഴേക്കും ഉണരേണ്ടതാണെന്നുള്ളത് ഫിക്സ് ആവും. അപ്പം നിങ്ങൾ ചെറുതായിട്ടൊന്ന് വിളിച്ചാൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മക്കൾ 5 മണിക്കൊക്കെ എഴുന്നേൽക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഭാരമായിട്ട് തോന്നത്തേയില്ല. പക്ഷെ ആദ്യം ആര് ചെയ്യണം? നമ്മൾ ചെയ്യണം. നമ്മൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നല്ലതാവാൻ തീരുമാനിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലതാവാൻ തീരുമാനിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം നിങ്ങളങ്ങോട്ട് നല്ലതാവും,
രണ്ടാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സ്വൈര്യം കൊടുക്കില്ല. ഞാൻ നന്നായി, അപ്പം ഇനി എൻ്റെ മക്കൾ നന്നാവണം, കെട്ടി നന്നാവണം, അപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും. നെവർ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. നിങ്ങൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയുക, ഞാൻ ഇന്നത് ചെയ്യുന്ന സമയത്ത്, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര സമാധാനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ധൈര്യം കിട്ടുന്നുണ്ട്, അള്ളാഹ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളത് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇനി പെൺകുട്ടികളിലോട്ട് നിങ്ങൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുന്നതിൻ്റെ മുന്നേ നിങ്ങൾ പറയുക. അതായത് ഒരു വലിയൊരു ഫാഷൻ ഡിസൈനർ, ഇപ്പോൾ ഈ ബോളിവുഡ് നടിമാർക്ക് അല്ലെങ്കിൽ സിനിമ നടിമാർക്കൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന, അല്പവസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഫാഷൻ ഡിസൈനേഴ്സിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക്. ഇപ്പോൾ ലക്ഷങ്ങൾ വില വരുന്ന ഒരു ഡ്രസ്സ് ഒരു നടിക്ക് വേണ്ടിയിട്ട് അവർ ഡിസൈൻ ചെയ്തു. അത് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഇവൻ ശരീരം പോലും മുഴുവൻ മറയുന്നില്ല അല്ലെ. വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈമറി നീഡ് എന്ന് പറയുന്നത് ശരീരം മറയ്ക്കുക എന്നുള്ളതാണ്, സ്റ്റൈലിനേക്കാൾ മുന്നായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പോൾ അത് ശരീരം മുഴുവൻ മറയാതെ പലയിടത്തും പ്രൊജക്റ്റഡ് ആയിട്ട് കാണുന്ന, പലർക്കും വിമർശിക്കത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കുന്ന ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന, ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നടിമാർ അല്ലെങ്കിൽ ഫാഷൻ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഉപയോഗിക്കാനുള്ള റീസൺ എന്താണ്? അത് ലക്ഷങ്ങൾ വില വരുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനേഴ്സിനാൽ ഡിസൈൻ ചെയ്യപ്പെടുന്ന വസ്ത്രങ്ങളാവുന്നു എന്നുള്ളതാണ്. ചില നടിമാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്നിൽ എന്ത് കോലം എന്ന് തോന്നും അല്ലേ. പക്ഷേ അത് വിഷ്വലൈസ് ചെയ്ത ആ ഒരു ക്രിയേറ്റർക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനർക്ക് ലക്ഷങ്ങൾ വില വരുന്നുണ്ടാവും അയാളെ ഒരു നേരത്തേക്ക് ഹയർ ചെയ്യാനായിട്ട്, അയാളുടെ വസ്ത്രത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവരതിടുന്നു. അവർ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ അല്പവസ്ത്രം ധരിക്കുന്നു എന്ന് പറയരുത് കേട്ടോ. ഈ കണ്ട ജനങ്ങൾ അത്രയും തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഫ്രണ്ടും ബാക്കും ഒക്കെ ഇങ്ങനെ തുറിപ്പിച്ച് ഷേപ്പാക്കി നിർത്തുന്ന സമയത്ത് കംഫർട്ട് അതാണ് എന്നുള്ളൊരു ഡയലോഗൊക്കെ പെണ്ണുങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കംഫർട്ട് അതല്ല. കംഫർട്ട് അതാണ് എന്നുണ്ടെങ്കിൽ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്തതിന് പേരിൽ എന്നെ അവർ നോക്കി, എന്നെ ഇവർ നോക്കി, എന്നെ അവരിത് പറഞ്ഞു, എന്നെ ഇവരിത് പറഞ്ഞു എന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. സീരിയസ്ലി കംഫർട്ട് സോണിൽ നിൽക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ബൈ ക്രിയേറ്റർ അല്ലേ. ഇപ്പോൾ ഏതൊരു മതം അതിൽ നമ്മൾക്ക് മതം അല്ലെങ്കിൽ വിശ്വാസം തന്നെ കൊണ്ടുവന്നേരാം. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ആണെന്നുണ്ടെങ്കിലും അവരും ഈ പറയുന്ന ഹിജാബ് അല്ലെങ്കിൽ ബോഡി ഫുള്ള് കവർ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇനിയിപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിലോട്ട് പോയാലും സന്യാസിനിമാർ, അവരുടെ വസ്ത്രധാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഈ പറയുന്ന മാതാ അമൃതാനന്ദമയിയുടെയൊക്കെ വസ്ത്രധാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരിങ്ങനെ കവർ ചെയ്തിട്ട് ശരീരം ഒബ്ജക്റ്റിഫൈ ചെയ്യാത്ത തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അപ്പോൾ ഏതൊരു സ്റ്റാൻഡേർഡ്സിലും, അതായത് ഇതിനൊരു വലിയൊരു സൈക്കോളജി ഉണ്ട് കേട്ടോ. പുരുഷന്മാർ പെണ്ണിനെ ആകർഷിക്കുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നോക്കും എന്നുള്ളത് സെക്കൻഡറി ആണ്. അവരുടെ മൈൻഡിൽ ആ ഒരു തോട്ട്സ് ഉണ്ടെന്നുള്ളത് സൈക്കോളജിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഒരു പെണ്ണിൻ്റെ ശരീരം ആകർഷണമായ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാർ നോക്കും, ഡെഫിനറ്റ്ലി നോക്കും. അത് സൈക്കോളജിക്കലി പ്രൂവൺ ആണ്. പിന്നെ ഈ നോക്കുന്നത് അല്ലെങ്കിൽ അതിനെ അടുത്തൊരു ലെവലിലോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള മൊറാലിറ്റീസ് തല്ലുള്ളൂ എന്നുള്ള പേടി, അല്ലെങ്കിൽ പെമ്പിള്ളേരനെ പിടിച്ച് പൊട്ടിച്ചാലോ എന്നുള്ള പേടി, ഇതൊക്കെ കൊണ്ടാണ് അവർ നിർത്തുന്നത്, നോക്കാത്തത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് മാന്യമായ വസ്ത്രം നീ ധരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. നിൻ്റെ ശരീരം എന്ന് പറയുന്നത് നിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ്. അത് നിൻ്റെ പ്യുവറസ്റ്റ് ആയിട്ടുള്ള, നിൻ്റെ മാത്രമായിട്ടുള്ളൊരു സാധനമാണ്. അത് പ്രദർശന വസ്തു ആക്കേണ്ടതല്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കുന്ന സമയത്ത് ഈ അരോചകമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇവർ എൻജോയ് ചെയ്യാതെ വരും. അതായത് പലപ്പോഴും ഈ ശരീരം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരേനെ നോക്കുന്നത് കണ്ട് ഇവരോട് മോശമായി സംസാരിക്കുന്നത് കേട്ട് ഇവരത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. നെഗറ്റീവിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിൽ തന്നെ നിൽക്കുന്നത്. അതായത് നെഗറ്റീവാണ് നമ്മൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടി ആ നെഗറ്റീവിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത്. പിന്നെ അത് റിട്ടേൺ നമുക്ക് നല്ലൊരു അടി കിട്ടുന്ന സമയത്തായിരിക്കും അവരത് റിയലൈസ് ചെയ്യുക. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇന്ന കാരണം കൊണ്ടാണ് നമ്മുടെ ക്രിയേറ്റർ. ഇപ്പോൾ എൻ്റെ മകൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കണം. ഏതൊരു പാരൻറ്റും ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്താ, എൻ്റെ മകൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കണം എന്നാണ് മകളുടെ കാര്യത്തിൽ ചിന്തിക്കുക. അപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് അവൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ക്രിയേറ്ററോ, ഞാൻ അള്ളാൻ്റെ സൃഷ്ടി ആയതുകൊണ്ട് അല്ലേ, ഞാൻ അള്ളാൻ്റെ ക്രിയേഷൻ ആയതുകൊണ്ട് എൻ്റെ ക്രിയേറ്ററാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ദൈവം വിചാരിക്കുന്നു. സോ ദൈവം എന്ത് ചെയ്യുന്നു, നമ്മളോട് പറയുന്നു യു ഹാവ് ടു ബി സേഫ്, നീ ഇങ്ങനെ കവേർഡ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ വേണം നിങ്ങൾ ഹിജാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. പിന്നെ ഒരാൾ പറയണം എൻ്റെ വസ്ത്രം ഈ അല്പവസ്ത്രം തന്നെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു ദം. നമ്മുടെ ഭരണഘടനയെ നമ്മൾക്ക് ഒരിക്കലും ബീറ്റ് ചെയ്തിട്ട് വേറൊരു സാധനം കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റില്ല. അത് അയാളുടേതാണ്, അയാളുടെ തീരുമാനമാണ്, നോ പ്രോബ്ലം.
പക്ഷെ നമ്മൾ നമ്മുടെ മക്കളിലോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്തരം മോറൽ വാല്യൂസ് ഡെഫിനറ്റ്ലി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്തരത്തിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അലറി പൊളിക്കേണ്ട കാര്യമില്ല. ഒരു തവണ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കീപ് ക്വൈറ്റ് ആൻഡ് നിങ്ങളത് ചെയ്യുക. എന്നിട്ട് അവരോട് പറയുക, നീ ഇന്നത് ചെയ്യാത്തത് കാരണം കൊണ്ട് എനിക്ക് ഈ പണിയും കൂടെ ചേർത്ത് ചെയ്യേണ്ടി വന്നു, എൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ ആയിരുന്നു, നെക്സ്റ്റ് ടൈം നീ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല നിലയ്ക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സോഫ്റ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് മാത്രം മക്കളിലോട്ട് കൊടുക്കുക. നെഗറ്റിവിറ്റി അവർക്ക് കിട്ടാനായിട്ട് ലോകം മുഴുവൻ അവരുടെ കൂടെയുണ്ട്. പോസിറ്റിവിറ്റി അവർക്ക് കൊടുക്കാനായിട്ട് വളരെ ചുരുക്കം സംഭവങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഈ ക്വിക്കായിട്ടുള്ള ഡിസിഷൻസും ക്വിക്കായിട്ടുള്ള എമോഷണൽ ചേഞ്ചസുമാണ് എന്താ പറയുക, കുത്ത്, കൊല, ആത്മഹത്യ, ഡ്രിങ്ക്സ് പറഞ്ഞ പോലെ കുട്ടികൾ വഴിതെറ്റി പോകാനായിട്ട് നിൽക്കുന്നത്. സോ അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 10 തവണയെങ്കിലും നിങ്ങളുടെ മക്കളെ ഹഗ് ചെയ്യുക, ഉമ്മ കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 തവണയെങ്കിലും നിങ്ങളുടെ മക്കളോട് ഒരു ഐ ലവ് യു പറയുക, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, സോ യു ഹാവ് ടു ബി കെയർഫുൾ, നിന്നെ എനിക്ക് അത്രയും ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറയുക. പിന്നെ അവർ മക്കളാണ്, അവരെ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് പൊട്ടിക്കാതിരിക്കുക. ഓക്കെ, അവർ ബലൂണാണെന്നുള്ള രീതിയിൽ വെക്കുക. അത് നമ്മൾ സേഫായിട്ട് തൊട്ട് തലോടി വിട്ടാലും പൊട്ടിപ്പോവും, ഇറുക്കിയാലും പൊട്ടിപ്പോവും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പാരൻറ്റിങ് ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ ഒരു സെഷനായിട്ടും കൂടെ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.